ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 5 ഡിസ്കസ് ചെയ്തിരുന്നു വേർഡിനകത്തുള്ള ഷോർട്ട് കട്ട് കീ. അടുത്ത് നമ്മൾ കുറച്ചും കൂടെ ഷോർട്ട് കട്ട് കീ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ Ctrl+E വരെയാണ് നോക്കിയത്. അടുത്ത് Ctrl+F ഉപയോഗിക്കുന്നത് ഫൈൻഡ് ബോക്സ് ഓപ്പൺ ചെയ്യാനാണ്. അപ്പോൾ ഓപ്പൺ ഫൈൻഡ് ബോക്സ് ആണ് Ctrl+F. Ctrl+G അതിന് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഗോ ടു. ഇപ്പോൾ നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന ഏതെങ്കിലും പേജിലേക്കോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും വാക്കുകളിലോ ഒക്കെ പെട്ടെന്ന് അങ്ങ് ജമ്പ് ചെയ്ത് എത്താനായിട്ടാണ് ഗോ ടു ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് Ctrl+G. അടുത്ത് Ctrl+H എന്ന് വെച്ചാൽ റീപ്ലേസ്. ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് നടന്ന ഒരു എക്സാമിന് ചോദിച്ചിരുന്നു Ctrl+H എന്തിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്. അപ്പോൾ Ctrl+H എന്തിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്? റീപ്ലേസ്. അടുത്ത് Ctrl+I എന്തിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്? Ctrl+I ഇറ്റാലിക്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്ത് വെച്ചേക്കുന്നതിനെ ഇറ്റാലിക്കിലോട്ട് മാറ്റാനാണ് അല്ലെങ്കിൽ ഇറ്റാലിക്സിലോട്ട് മാറ്റാനായിട്ടാണ് നമ്മൾ Ctrl+I ഉപയോഗിക്കുന്നത്. അത് Ctrl+J ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഭാഗം ജസ്റ്റിഫൈ ചെയ്യാനായിട്ടാണ് Ctrl+J ഉപയോഗിക്കുന്നത്. Ctrl+K ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ വേർഡിനകത്ത് ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ എന്താണ് ഹൈപ്പർ ലിങ്ക്? ഇപ്പോൾ ഏതെങ്കിലും നമുക്കിപ്പോൾ ഏതെങ്കിലും വെബ്സൈറ്റിൻ്റെ പേരൊക്കെ നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം വേർഡിനകത്ത്. ആ ടൈപ്പ് ചെയ്ത് വച്ചേക്കുന്നത് ഹൈപ്പർ ലിങ്കായിട്ടാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമ്മളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതെവിടേക്ക് എത്തും? ആ സൈറ്റിലോട്ട് ഈസി ആയിട്ട് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഹൈപ്പർ ലിങ്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ടാണ് Ctrl+K ഉപയോഗിക്കുന്നത്. ഹൈപ്പർ ലിങ്ക് K, അതിലെ K ആണ്, ലിങ്കിൻ്റെ K ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് Ctrl+K. അടുത്ത് Ctrl+L കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് ആണ്. അപ്പോൾ Ctrl+L കൊണ്ട് ഉദ്ദേശിക്കുന്നത് അലൈൻ ലെഫ്റ്റ് സൈഡിലോട്ട് ടെക്സ്റ്റിനെ നമുക്ക് അലൈൻ ചെയ്യാനായിട്ടാണ് Ctrl+L ഉപയോഗിക്കുന്നത്. അത് Ctrl+M ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് വരുമല്ലോ, അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ഇൻഡൻറ്റ് കൊടുക്കാനായിട്ടാണ് നമ്മൾ Ctrl+M ഉപയോഗിക്കുന്നത്. അപ്പോൾ Ctrl+M ഉപയോഗിക്കുന്നത് ലെഫ്റ്റ് ഇൻഡൻറ്റ് കൊടുക്കാനാണ്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഭാഗം സാധാരണ മാർജിനിൽ നിന്ന് കുറച്ചും കൂടി അകത്തേക്ക് മാറാനായിട്ടാണ് ഉപയോഗിക്കുന്നത്.